പൊട്ടാഷ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ താഴെ പറയുന്നവ പഠിക്കും. പൊട്ടാഷ്യത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ, അതിന്റെ കുറവിന്റെ കാരണം, പൊട്ടാഷ്യത്തിന്റെ ദിവസേനയുള്ള ഉപയോഗം ശുപാർശ ചെയ്യുന്നു, ഭക്ഷണ സ്രോതസ്സുകൾ, പൊട്ടാഷ്യം ഒരു അത്യാവശ്യ ടൈപ്പ് 2 പോഷകമാണ്. ഇത് കോശങ്ങളുടെ സാധാരണ പ്രവർത്തനത്തിന് ആവശ്യമാണ്. പ്രധാനപ്പെട്ട ഇലക്ട്രോലൈറ്റ്സുകളിൽ ഒന്നാണിത്. കോശത്തിനുള്ളിലെ ദ്രാവകത്തിന്റെ സാധാരണ അളവ് നിലനിർത്തുക എന്നതാണ് പൊട്ടാഷ്യത്തിന്റെ പ്രധാന പങ്ക്. സോഡിയം കോശങ്ങൾക്ക് പുറത്ത് ദ്രാവകനില നിലനിർത്തുമ്പോൾ പൊട്ടാഷ്യം ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുകയും സാധാരണ രക്തസമ്മർദ്ദത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് പേശികളുടെയും ഞരമ്പുകളുടെയും ശരിയായ പ്രവർത്തനം ഉറപ്പാക്കുന്നു. ഇത് പ്രോട്ടീൻ സമന്വയത്തിനും സഹായിക്കുന്നു, ഒപ്പം കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസവും. രക്തസമ്മർദ്ദത്തിൽ ഷുഗർ, സോഡിയം എന്നിവയുടെ ഫലങ്ങൾ നമുക്കിപ്പോൾ നോക്കാം. പഞ്ചസാരയും ഉപ്പും കൂടിയ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ സോഡിയത്തിന്റെ അളവ് കൂടും. പഞ്ചസാര ശരീരത്തിലെ സോഡിയത്തിന്റെ ആഗിരണം വർദ്ധിപ്പിക്കുന്നു. തൽഫലമായി സോഡിയം ശരീരത്തിൽ നിലനിൽക്കുന്നു. ഇത് രക്തസമ്മർദ്ദം വർദ്ധിക്കുന്നതിനും ശരീരത്തിൽ വെള്ളം നിലനിർത്താൻ കാരണമാകുന്നു. അതിന്റെ ഫലമായി കൈകളിലും കാലുകളിലും നീർവീക്കം കാണാം. പഞ്ചസാര കഴിക്കുന്നത് ഒഴിവാക്കാൻ ശുപാർശ ചെയ്യുന്നു. പൊട്ടാഷ്യം കഴിക്കുന്നത് വർദ്ധിപ്പിക്കുക. പൊട്ടാഷ്യം രക്തക്കുഴലുകൾക്ക് അയവ് വരുത്തുകയും അധിക സോഡിയം നീക്കം ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി രക്തസമ്മർദ്ദം കുറയുന്നു. ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിന് സോഡിയത്തിനേക്കാൾ പൊട്ടാഷ്യം ആവശ്യമാണെന്ന് ഓർക്കുക. ഈ ട്യൂട്ടോറിയലിൽ ശുപാർശ ചെയ്യുന്ന ഭക്ഷണ അലവൻസിനെക്കുറിച്ച് ഞാൻ പിന്നീട് ചർച്ച ചെയ്യും. പൊട്ടാഷ്യത്തിന്റെ കൂടുതലായ അപര്യാപ്തതയ്ക്ക് വിവിധ ഘടകങ്ങളുണ്ട്. പൊട്ടാഷ്യം കുറവുള്ള ഭക്ഷണക്രമം അതിലൊന്നാണ്. ചില മരുന്നുകൾ ശരീരത്തിൽ നിന്ന് ധാരാളം പൊട്ടാഷ്യം നീക്കം ചെയ്യുന്നതിന് കാരണമാകും. ഈ ഘടകവും പൊട്ടാഷ്യം കുറവിന് കാരണമാകുന്നു. അടിക്കടിയുള്ള ഛർദി, വയറിളക്കം എന്നിവയും ഇതിന്റെ കുറവിന് കാരണമാകും. അത്തരം സന്ദർഭങ്ങളിൽ പൊട്ടാഷ്യത്തിനൊപ്പം ശരീരത്തിന് ക്ലോറൈഡും സോഡിയവും നഷ്ടപ്പെടുന്നു. മഗ്നീഷ്യത്തിന്റെ കുറവും പൊട്ടാഷ്യത്തിന്റെ കുറവിന് കാരണമാകുന്നു. പൊട്ടാഷ്യം പുനരാകിരണം ചെയ്യാൻ വൃക്കകൾക്ക് മഗ്നീഷ്യം ആവശ്യമാണ്. കോശങ്ങളിലെ പൊട്ടാഷ്യത്തിന്റെ അളവ് സാധാരണ നിലയിലാക്കാൻ ഇത് സഹായിക്കുന്നു. പൈക്ക ഉള്ളവർക്കും പൊട്ടാഷ്യം കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കളിമണ്ണ് അല്ലെങ്കിൽ മണ്ണ് പോലെയുള്ള ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കളുടെ ഒരു ഉപഭോഗമാണ് പൈക്ക. കളിമണ്ണ് പൊട്ടാഷ്യവുമായി ബന്ധിപ്പിക്കുകയും ശരീരത്തിൽ നിന്ന് പൊട്ടാഷ്യ വിസർജനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ശരീരത്തിലെ ധാതുക്കളുടെ കുറവിന് കാരണമാകും. കുടലിലെ വീക്കം പൊട്ടാഷ്യം ആഗിരണം കുറയ്ക്കും. ഈ ഘടകവും പൊട്ടാഷ്യത്തിന്റെ കുറവിന് കാരണമാകുന്നു. കുറഞ്ഞ പൊട്ടാഷ്യത്തിന്റെ കഴിക്കുന്നത് വൃക്കയിലെ കാൽഷ്യം പുനരാകിരണത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത് മൂത്രത്തിൽ കാൽഷ്യം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. കിഡ്നി സ്റ്റോണിന് കാരണമാകുന്നു. ഏത് കുറയുന്നതിന്റെ ആദ്യ ലക്ഷണം ക്ഷീണം, പേശി ബലഹീനതയും വേദനയും. ക്രമരഹിതമായ ഹൃദയമിടിപ്പ് മറ്റൊരു ഉദാഹരണമാണ്. ഗ്ലൂക്കോസ് മെറ്റബോളിസം തകരാറിലാകുന്നത് പൊട്ടാഷ്യം നഷ്ടപ്പെടുത്തുന്നു. പൊട്ടാഷ്യം പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കും. ഈ കുറവ് വളർച്ചാ മാന്ദ്യത്തിനും കാരണമാകുന്നു. ഗ്രോത്ത് ഹോർമോണിന്റെ അളവ് കുറയുന്നു. ഗ്രോത്ത് ഹോർമോൺ പുതിയ കോശങ്ങളുടെ രൂപീകരണത്തിനൊപ്പം വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. കഠിനമായ കുറവ് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും മാനസിക ആശയക്കുഴപ്പത്തിനും കാരണമാകുന്നു. ഹൃദ്രോഗങ്ങൾക്കും പക്ഷാഘാതത്തിനും പ്രധാന കാരണങ്ങളിലൊന്നാണ് ഉയർന്ന രക്തസമ്മർദ്ദം.
കുറവ് പോലെ തന്നെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുന്നത് മാരകമായേക്കാം. രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുന്നതിന് വിവിധ ഘടകങ്ങളുണ്ട്. വൃക്ക രോഗങ്ങൾക്കുള്ള ചില മരുന്നുകളും ഒരു കാരണമാണ്. പൊട്ടാസ്യം അടങ്ങിയ ഉപ്പിന് പകരമായി ഉപയോഗിക്കുന്ന വസ്തുക്കളും രക്തത്തിൽ പൊട്ടാസ്യം വർദ്ധിപ്പിക്കുന്നു. നിലവിൽ വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ഉയർന്ന പൊട്ടാസ്യം ഉള്ള ഭക്ഷണം കഴിക്കുന്നത് മറ്റൊരു അപകട ഘടകമാണ്. ഈ ട്യൂട്ടോറിയലിന്റെ പിന്നീടുള്ള ഭാഗത്ത് പൊട്ടാസ്യം എന്നതിന്റെ ഭക്ഷണ സ്രോതസ്സുകളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യും. ശരീരത്തിലെ പൊട്ടാസ്യം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ ബലഹീനതയും ക്ഷീണവുമാണ്. ഓക്കാനം, ഛർദി, ശ്വാസതടസ്സം, നെഞ്ചുവേദന എന്നിവയാണ് മറ്റു ലക്ഷണങ്ങൾ. പൊട്ടാസ്യം കഴിക്കുന്നത് ശുപാർശ ചെയ്യുന്നത് വ്യത്യസ്ത പ്രായക്കാർക്ക് വ്യത്യസ്തമാണ്. 1 മുതൽ 3 വയസ്സുവരെയുള്ളവർക്ക് പ്രതിദിനം 1100 മില്ലിഗ്രാം ആവശ്യമാണ്. 4 മുതൽ 6 വയസ്സുവരെയുള്ളവർക്ക് പ്രതിദിനം 1550 മില്ലിഗ്രാം ആവശ്യമാണ്. പുരുഷന്മാരിൽ ഇത് ദിവസേന 3750 മില്ലിഗ്രാമാണ്. സ്ത്രീകൾക്ക് ഇത് ദിവസേന 3225 മില്ലിഗ്രാമാണ്. പൊട്ടാസ്യത്തിന്റെ വിശാലമായ ഭക്ഷണ സ്രോതസ്സുകളെക്കുറിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. എല്ലാ സസ്യഭക്ഷണങ്ങളിലും ഇത് സ്വാഭാവികമായും കാണപ്പെടുന്നു. പയർവർഗങ്ങൾ, പരിപ്പ്, വിത്തുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയാണ് ഏറ്റവും സമ്പന്നമായ ഉറവിടങ്ങൾ. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പാൽ എന്നിവയിലും പൊട്ടാസ്യമുണ്ട്. 30 ഗ്രാം പച്ചഗ്രാമിൽ ഏകദേശം 353 മില്ലിഗ്രാം പൊട്ടാസ്യമുണ്ട്. 30 ഗ്രാം അസംസ്കൃത സോയാബീനിൽ ഏകദേശം 490 മില്ലിഗ്രാം ഉണ്ട്. 30 ഗ്രാം വേവിക്കാത്ത വൻപയറിൽ ഗ്രാമിന് ഏകദേശം 419 മില്ലിഗ്രാം ഉണ്ട്. 30 ഗ്രാം സ്പ്ലിറ്റ്സ് ഉറുമ്പിൽ ഏകദേശം 347 മില്ലിഗ്രാം ഉണ്ട്. 20 ഗ്രാം ബദാമിൽ ഏകദേശം 140 മില്ലിഗ്രാം ഉണ്ട്. 20 ഗ്രാം കശുവണ്ടിയിൽ ഏകദേശം 127 മില്ലിഗ്രാം ഉണ്ട്. 10 ഗ്രാം എള്ളിൽ ഏകദേശം 46 മില്ലിഗ്രാം ഉണ്ട്. 10 ഗ്രാം സൂര്യകാന്തി വിത്തിൽ ഏകദേശം 56 മില്ലിഗ്രാം പൊട്ടാസ്യമുണ്ട്. 100 ഗ്രാം ചീരയിൽ ഏകദേശം 625 മില്ലിഗ്രാം പൊട്ടാസ്യമുണ്ട്. 100 ഗ്രാം മുളഞ്ചീര ഇലയിൽ ഏകദേശം 572 മില്ലിഗ്രാം ഉണ്ട്. 100 ഗ്രാം ഓറഞ്ചിൽ ഏകദേശം 164 മില്ലിഗ്രാം ഉണ്ട്. 100 ഗ്രാം പേരക്കയിൽ ഏകദേശം 283 മില്ലിഗ്രാം പൊട്ടാസ്യമുണ്ട്. 250 മില്ലി പാലിൽ ഏകദേശം 260 മില്ലിഗ്രാം പൊട്ടാസ്യമുണ്ട്. അതുപോലെ ചില സുഗന്ധവ്യഞ്ജനങ്ങളിലും പല വ്യഞ്ജനങ്ങളിലും ഉയർന്ന അളവിൽ പൊട്ടാസ്യമുണ്ട്. 5 ഗ്രാം മഞ്ഞൾപ്പൊടിയിൽ ഏകദേശം 118 മില്ലിഗ്രാം ഉണ്ട്. 5 ഗ്രാം ഉലുവയിൽ ഏകദേശം 46 മില്ലിഗ്രാം ഉണ്ട്. 5 ഗ്രാം ചുവന്ന മുളകുപൊടിയിൽ ഏകദേശം 112 മില്ലിഗ്രാം ഉണ്ട്. 5 ഗ്രാം കുരുമുളകിന് ഏകദേശം 74 മില്ലിഗ്രാം ഉണ്ട്. 5 ഗ്രാം മല്ലിവിത്തിൽ ഏകദേശം 74 മില്ലിഗ്രാം ഉണ്ട്. നല്ല ആരോഗ്യത്തിനും ക്ഷേമത്തിനും ഈ പൊട്ടാസ്യം സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ പതിവായി ഉൾപ്പെടുത്തുക. ഇത് ഈ ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് എത്തുന്നു. കണ്ടതിന് നന്ദി.